ഞാൻ ഏതെങ്കിലും ഒരു കാര്യമൊക്കെ തെറ്റായിട്ട് ധരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നീ സത്യം എന്താണെന്നൊക്കെ എന്നോട് തുറന്ന് പറയുന്നു കൂടി സഞ്ജു പറയുന്ന സമയത്താകട്ടെ സോളും നീ ഇന്ന് മരിക്കുമോ എന്നൊരു സംശയമൊക്കെ എനിക്ക് ഉണ്ടെന്നായിരുന്നു മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. ഞാൻ നിന്നെ തനിച്ചാക്കിയതിന്റെ പേരിൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നൊരു പേടിയൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിന്റെ കൂടെയൊക്കെ നിന്നോട്ടെ എന്ന് കൂടി സോൾ ചോദിക്കുന്നു. സോൾ ഇതിനു മുമ്പ് അവന് കോമ്പറ്റീഷനിൽ വെച്ച് അപകടം സംഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഓർക്കുന്ന സഞ്ജയ് ആകട്ടെ നിനക്കൊരു മാറ്റവും വന്നിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് മരിക്കുന്നതെന്നൊക്കെ അവളോടും ചോദിക്കുന്നു. സാധാരണ ഇങ്ങനത്തെ സെലിബ്രിറ്റീസിനൊക്കെ മെന്റലി എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് പതിവല്ലേ? നിനക്കും വല്ല ഡിപ്രഷനോ മറ്റോ ഒക്കെ ഉണ്ടോ എന്ന് സോൾ ചോദിക്കുമ്പോഴത്തേക്കും അവനും തനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല എന്നൊക്കെ ഉറപ്പ് പറയുന്നു. അവള് പാത്രമൊക്കെ കഴുകുവാനായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും പാത്രത്തിലുണ്ടായിരുന്ന കുറച്ച് വേസ്റ്റ് ഒക്കെ അവളുടെ ഡ്രസ്സിലേക്ക് കൂടി വീഴുകയാണ്. സഞ്ജയും ഇപ്പോൾ സോളിന് അവന്റെ തന്നെ ഡ്രസ്സൊക്കെ നൽകിയതിനു ശേഷം ഡ്രസ്സൊക്കെ മാറുവാനായിട്ട് ബെഡ്റൂമിലേക്ക് കൂടി അവളെ കയറ്റുന്നു. പക്ഷെ സൺഷൈൻ ടൈം ക്യാപ്സൂളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ബെഡ്റൂമിലായിരുന്നു. അവളും ഡ്രസ്സ് മാറിയെന്നൊക്കെ ഉറപ്പാകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവളെ റൂമിൽ നിന്നും ഇറക്കി വിട്ടതിന് ശേഷം ടൈം ക്യാപ്സൂൾ ഒളിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് സൺഷയും. നേരത്തെ ഒരു പെണ്ണിന്റെ പടമൊക്കെ ഒളിപ്പിക്കുവാനായിട്ട് സൺഷയ് പുതപ്പൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതേ പുതപ്പ് വെച്ചിട്ട് ടൈം ക്യാപ്സൂൾ ഒളിപ്പിക്കുവാനായിട്ട് അവൻ ശ്രമിക്കുമ്പോഴത്തേക്കുമാണ് ഡ്രസ്സ് എടുക്കുവാനായിട്ട് മറന്നുപോയെന്ന് പറഞ്ഞ് സോളും തിരിച്ച് ആ റൂമിലേക്കൊക്കെ കടന്നു വരുന്നത്. ആ ഒരു പടമൊക്കെ കാണുന്ന സോളും മൊത്തത്തിൽ അവനെ തെറ്റിദ്ധരിക്കുകയാണ്. അവനും ഇത് എന്റെ അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളല്ലേ നീ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടും വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവളും ആ ഒരു മുഖമൊക്കെ ശരിക്കും കാണുവാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവർ തമ്മിൽ പുതുപ്പിന്റെ ഒരു പിടിവലിയൊക്കെ നടക്കുമ്പോഴത്തേക്കും സോളും ബെഡിലേക്കായിട്ട് വീഴുകയാണ്. അപ്പോഴായിരുന്നു സഞ്ജയനെ അന്വേഷിച്ചുകൊണ്ട് ഇൻഹുക്കും വീട്ടിലേക്കൊക്കെ കടന്നു വരുന്നത്. വാതിൽ തുറന്നു കിടന്നത് കൊണ്ട് തന്നെ അവർ അങ്ങനെ കട്ടിലിൽ കിടക്കുന്നതെല്ലാം തന്നെ ഇൻഹുക്കും കാണുന്നു. സഞ്ജയും പെട്ടെന്ന് തന്നെ വാതിലൊക്കെ അടച്ചതിനു ശേഷം സോളിനെ അവിടെ ഉണ്ടായിരുന്ന അലമാരിയിലൊക്കെ കയറ്റി ഒളിപ്പിക്കുകയാണ്. ഒരു പെണ്ണിന്റെ കൂടെ നീ കട്ടിലിൽ കിടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇൻഫൊക്കെ പറയുമ്പോഴത്തേക്കും സഞ്ജയും നിനക്കതൊക്കെ തോന്നിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവനെയും തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്തായാലും വന്ന സ്ഥിതിക്ക് കുളിച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് ഇൻഹുക്കും അവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറുകയാണ്. ഇൻഹുക്ക് പോയെന്ന് മനസ്സിലാക്കുന്ന സമയത്താകട്ടെ സോളിനെയും കൊണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങുവാനായിട്ട് സഞ്ജയ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇൻഹുക്ക് വീണ്ടും അവിടേക്കൊക്കെ എത്തുന്നു. സോളും സൺഷയും ഒന്നിച്ചെന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ ഒക്കെ ഇപ്പോൾ ഇനുഹുക്കും സൺഷയനെ കാണിക്കുന്നു. സോൾ എന്താ അത്രയ്ക്ക് സുന്ദരിയാണോ? അവളെക്കാളും സുന്ദരികളായിട്ടുള്ള എത്രയോ പെൺകുട്ടികളൊക്കെ നിന്റെ ചുറ്റുമുള്ളതാണ്. പിന്നെയും എന്തുകൊണ്ടാണ് ഒരാളെ നിനക്ക് സെലക്ട് ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ പോയത്? ഓരോ തവണ മദ്യപിച്ചതിന് ശേഷവും സോളിന്റെ വീടൊക്കെ പണ്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷം അവിടെ ഇരുന്ന് സോളിന് വേണ്ടി കരയുന്നതൊക്കെ പതിവായിരുന്നു. നിനക്ക് ഇപ്പോൾ തന്നെ 30 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പോഴും ആദ്യത്തെ പ്രണയത്തെ കുറിച്ചൊക്കെ ഓർത്തോണ്ടിരിക്കാതെ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നൊക്കെ എനിക്കൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ദേഷ്യം വരുന്ന സൺഷയും അവനെ എടുത്ത് വെള്ളത്തിലൊക്കെ കൊണ്ടുപോയി ഇടുന്നു. ഈ ഒരു സമയത്താകട്ടെ സൺഷയും ടൈം ക്യാപ്സൂളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ സോളും മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ സോളിനെയും കൂട്ടിക്കൊണ്ട് സൺഷ പോകുന്ന സമയത്താകട്ടെ പണ്ട് നടന്ന ഒരു കാര്യം കൂടി അവൻ ഓർക്കുകയാണ്. അതായത് ആ ഒരു സംഭവമൊക്കെ നടന്നതിന് ശേഷം സോളിനെ കാണുവാനായിട്ട് പോയ സമയത്താകട്ടെ നീ എന്നെ രക്ഷിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നിന്നെ കാണുമ്പോഴെല്ലാം തന്നെ ആ ഒരു സംഭവത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ് എന്റെ ഉള്ളിലും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും എന്നെ കാണുവാനായിട്ട് വരരുതെന്നായിരുന്നു സോളും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മരമൊക്കെ മുറിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ടൈം ക്യാപ്സൂളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നുവെന്നും അവൾ പറഞ്ഞ ദിവസം അവളെ കാണുവാനായിട്ട് താൻ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുമുള്ള കാര്യമൊക്കെ സൺജിയും ഇപ്പോൾ തുറന്നു പറയുന്നു. സൺജ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ സോളും അന്ന് രാത്രി ഞാനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയി. അതുകൊണ്ടാണ് നമ്മൾ കാണാതിരുന്നത്. മാത്രമല്ല നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുമുണ്ടായിരുന്നു. അന്നൊന്നും തുറന്നു പറയുവാനായിട്ട് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴെങ്കിലും നിന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നൊക്കെ എനിക്ക് തോന്നി. ഒരിക്കൽ കൂടി നിന്നെ കാണുകയാണെങ്കിൽ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുവെന്നും നിന്നോട് നന്ദി പറയണമെന്നുണ്ടായിരുന്നുവെന്നും നിന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും പറയണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. സോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുവഴി ആരോ വരുന്ന ശബ്ദമൊക്കെ കേൾക്കുന്ന അവളും അവനോട് പോയിക്കൊള്ളാനൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ അകത്തേക്കൊക്കെ പോവുകയാണ്. അതേസമയം ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന അവനും ഇപ്പോൾ സ്റ്റെപ്പ് വഴി അവളെ കാണുവാനായിട്ടും എത്തുന്നു. സോളം വാതിലൊക്കെ തുറന്ന് അടയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സൺചയും അവളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ തന്നെ നീയും എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുവെന്നും എന്നെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും അല്ലേ പറഞ്ഞത്? ഇപ്പോഴും ആ ഒരു സ്നേഹമൊക്കെ ഉണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അടുത്തുണ്ടായിരുന്ന റൂമിലെ ഒരാൾ വാതിലൊക്കെ തുറക്കുന്ന ശബ്ദം കേൾക്കുന്ന സോളും സൺചയനെ അകത്തേക്കൊക്കെ കയറ്റുന്നു. പിന്നീട് അവർ രണ്ടുപേരും പരസ്പരം കിസ് ചെയ്യുകയാണ്. അപ്പോഴായിരുന്നു സഞ്ജയുടെ നെറ്റിയിൽ ഒരു മുറിവൊക്കെ ഉള്ളത് സോളും ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഇതേ സമയത്ത് തന്നെ വെളിയിലും പൈപ്പൊക്കെ നന്നാക്കുവാനുള്ള ആൾ എത്തിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇപ്പോൾ പോയിട്ട് പിന്നൊരിക്കൽ വായെന്നൊക്കെ സോള് അയാളോട് പറയുമ്പോഴാകട്ടെ അയാളും ഒരുപാട് തിരക്കുള്ള ആളാണ്. ഇനി പോയാൽ പെട്ടെന്നൊന്നും വരുവാനായിട്ട് സാധിക്കുകയില്ല എന്ന കാര്യമൊക്കെ സോളിനെയും അറിയിക്കുന്നു. സോളും ഇപ്പോൾ വാതിലൊക്കെ തുറന്നതിന് ശേഷം സൺഷയുടെ മുഖമൊക്കെ മൂടിക്കൊണ്ട് അവനെയും പുറത്തിറക്കുന്നു.
സോളും അയാളുടെ അടുത്ത് ഇതെന്റെ ചേട്ടനാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അയാളും വിശ്വസിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. അവളാകട്ടെ എന്റെ ചേട്ടൻ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് അവനെയും പറഞ്ഞയക്കുന്നു. സൺഷൈനെ അവിടെ നിന്ന് പോകുന്ന സമയത്താകട്ടെ നേരത്തെ സോളിനെ ഉപദ്രവിച്ച ആളും അവിടെ തന്നെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സൺഷൈൻ മേക്കപ്പ് ഒക്കെ ചെയ്യുവാനായിട്ട് ഇരിക്കുമ്പോൾ പോലും ചിരിക്കുന്നു. സോളും ഇതുപോലെ ബോസിന്റെ വായിലിരിക്കുന്ന ചീത്ത എല്ലാം തന്നെ കേട്ടിട്ട് ചിരിക്കുകയാണ്. അമ്മയും ഇപ്പോൾ സോളിനെ കോളൊക്കെ ചെയ്യുന്നു. ചേട്ടനും കയ്യിലുണ്ടായിരുന്ന കുറെ പണമൊക്കെ ഫ്രണ്ടിന്റെ ബിസിനസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പകുതിയോളം പണമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹ്യൂൻജു അവനെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പോവുകയാണെന്നൊക്കെ ആയിരുന്നു അമ്മയും പറഞ്ഞത്. സോളും ഹ്യൂൻജുവിന്റെ അടുത്ത് നീ ചേട്ടനെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാകട്ടെ ചേട്ടന്റെ മാനസികാവസ്ഥ എല്ലാം തന്നെ മനസ്സിലാക്കിയ ഒരാളായിരുന്നു ഹ്യൂൻജു. അതുകൊണ്ട് തന്നെ അവനെ ഡിവോഴ്സ് ചെയ്യുകയില്ല എന്നൊക്കെ പറയുന്നു. സോളും ഹിഞ്ചുവും ഒന്നിച്ചാണ് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ജോബ് ഇന്റർവ്യൂവിനും കൂടി പോവുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ സോളിന്റെ ഒപ്പം തന്നെ ജോലിയൊക്കെ ചെയ്യാമായിരുന്നു. അതൊന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ വിവാഹം കഴിച്ചതിൽ ഒരു വിഷമമൊക്കെ ഹ്യുൻചുനുമുണ്ട്. അങ്ങനെ ഇരിക്കെ നിനക്ക് പാസ്റ്റിൽ പോയിട്ട് എന്തെങ്കിലും കാര്യമൊക്കെ മാറ്റുവാനായിട്ട് സാധിക്കുമായിരുന്നെങ്കിൽ ഈ ഒരു വിവാഹവും മാറ്റുമായിരുന്നു എന്നൊക്കെ സോളും അവളോട് ചോദിക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ ഹ്യുൻചുവും വിവാഹമൊന്നും കഴിക്കാതെ ജോലിയൊക്കെ ചെയ്ത് നടന്ന ഒരാളായിരുന്നല്ലോ. സോൾ ചെയ്ത മാറ്റങ്ങൾ കാരണമാണ് ഇപ്പോൾ ഇവരുടെ വിവാഹം പോലും നടന്നിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ പഴയതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നായിരുന്നു സോളും ഉദ്ദേശിച്ചത്. ഇതിലും നല്ലൊരു ലൈഫാണ് തനിക്ക് പാസ്റ്റൊക്കെ മാറ്റുന്നതിലൂടെ ലഭിക്കുന്നതെങ്കിൽ പോലും താൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്നാണ് അവൾ പറയുന്നത്. നിന്റെ ചേട്ടനെ ഞാൻ വിവാഹം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്രയ്ക്ക് ഭംഗിയുള്ള കുട്ടികളെ എനിക്ക് കിട്ടുമായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹ്യുൻജുവും ഈ ഒരു ലൈഫിൽ ഹാപ്പിയാണ്. സഞ്ജയും ഇപ്പോൾ സോളിനെ കോളൊക്കെ ചെയ്യുന്നു. അവനും ഒരുപാട് തിരക്കിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പോലും നമുക്കിന്ന് മീറ്റ് ചെയ്താലോ എന്നൊക്കെ ചോദിക്കുമ്പോഴാകട്ടെ നീ തിരക്കിലുള്ള സമയത്ത് നമുക്ക് മീറ്റ് ഒന്നും ചെയ്യേണ്ട. നിനക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ തുറന്നു പറയുവാനായിട്ട് നീ മടിക്കരുത്. അല്ലാതെ എല്ലാം മനസ്സിൽ കൊണ്ടുവച്ചോണ്ടൊന്നും നടക്കരുതെന്നൊക്കെയാണ് അവളും പറയുന്നത്. അങ്ങനെ ഇരിക്കെ നീ എന്തുകൊണ്ടായിരുന്നു എനിക്ക് ആ ക്ലോക്ക് ഒക്കെ ഗിഫ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സഞ്ജയ് ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ സമയം ഒരിക്കലും നിൽക്കരുത്. അതെപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കണം. ആ ഒരർത്ഥത്തിലായിരുന്നു നിനക്ക് ക്ലോക്ക് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നെന്നാണ് അവളും പറയുന്നത്. സഞ്ജയ് തിരക്കിലാണെങ്കിൽ പോലും രാത്രിയിൽ കണ്ടുമുട്ടാമെന്നൊക്കെ അവളോടും പറയുന്നു. മാത്രമല്ല അവരും അവരുടെ വർക്കുകളൊക്കെ തുടർന്നുകൊണ്ടും ഇരിക്കുന്നു. സഞ്ജയും പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും സോളിനെയും കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവളുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ വണ്ടിയുടെ പിറകിലായിട്ടൊക്കെ ആ ഒരു സ്റ്റോക്കറും എത്തിയിരിക്കുന്നു. അവളെ കണ്ട് കഴിയുമ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യ്, ഇവളെയൊക്കെ പോലീസിന് പിടിച്ചു കൊടുത്തേക്ക്. അതാകുമ്പോഴത്തേക്കും എനിക്ക് സമാധാനമായിട്ട് സോളിനെ കാണുകയും ചെയ്യാമെന്നൊക്കെയാണ് സഞ്ജയും മാനേജറിന്റെ അടുത്ത് പറയുന്നത്. സോളും വണ്ടിയൊക്കെ സഞ്ജയുടെ പാർക്കിംഗ് ഏരിയയിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവളും അതിനടുത്തേക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് അവളുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണെന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നത്. ഫോണൊക്കെ ഓൺ ആക്കിയതിനു ശേഷം അവൾ സഞ്ജയനെ കോൾ ചെയ്യുമ്പോഴത്തേക്കും സഞ്ജയ് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അവൾ തിരിച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തി കാറും എടുക്കുകയാണ്. പക്ഷെ അപ്പോഴായിരുന്നു അവളുടെ കാറിന്റെ കുറുകെയായിട്ട് മറ്റൊരു കാറൊക്കെ വന്ന് നിൽക്കുന്നത്. അവളും തന്നെ ഉപദ്രവിച്ച ആളുടെ മുഖമാണ് അയാളുടെ മുഖമൊക്കെ കാണുമ്പോഴത്തേക്കും ആദ്യം ഓർക്കുന്നതെങ്കിലും അയാൾ ആയിരുന്നില്ല അതേ എന്നൊക്കെ മനസ്സിലാകുമ്പോഴത്തേക്കും അവളും സമാധാനമായിട്ട് വെളിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നു. സൺഷൈൻ ഇപ്പോൾ തിരികെ സോളിനെ കോളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവളുടെ ഫോണൊക്കെ കാറിലായിരുന്നു. ഒരു പെൺകുട്ടിയൊക്കെ വഴിയിൽ ഇരിക്കുന്നത് കണ്ടതുകൊണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കാറ് നിർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സോളും ആ പെൺകുട്ടിയെ എണീപ്പിച്ചൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്കുമാണ് സൺഷൈനെ സ്റ്റോക്ക് ചെയ്യുന്ന പെൺകുട്ടിയാണ് അതേ എന്ന കാര്യമൊക്കെ അവളും മനസ്സിലാക്കുന്നത്. സൺഷൈൻ താമസിക്കുന്ന റൂമിന്റെ ഒക്കെ നമ്പർ ചോദിച്ചുകൊണ്ട് സിഒയും അവനെ കോൾ ചെയ്യുന്നു. സിഒയുടെ നമ്പറൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവന്റെ വാതിൽക്കൽ ആരോ കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്ന ശബ്ദം അവനും കേൾക്കുകയാണ്. സിഒ ആയിരിക്കും അതേ എന്നൊക്കെ അവൻ വിചാരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴാകട്ടെ അത് താനല്ല എന്ന കാര്യം കൂടി അയാൾ ഉറപ്പിക്കുന്നു. സോളും ഇപ്പോൾ ഓടിച്ചെന്ന പെൺകുട്ടീനെ പിടികൂടിയിരിക്കുന്നു. അവളും ഇപ്പോൾ കുട്ടിക്ക് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുകയാണ്. അവൾക്കും 14 വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത്. മാത്രമല്ല സഞ്ജയോടുള്ള ആരാധനയൊക്കെ മൂത്ത് വീട്ടിൽ നിന്നും ഇറങ്ങി പോന്നതാണ് ഈ ഒരു കുട്ടി. ഇപ്പോൾ 1 മാസമായി വീട്ടിൽ കയറിയിട്ട് പോലും. നീ ഒരു മൈനർ ആണെങ്കിൽ പോലും ഇപ്പോൾ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ എത്രത്തോളം വലിയ കുറ്റമാണെന്ന് നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോളും ആ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും ആ കുട്ടിക്കും സഞ്ജയന് അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് അവളും പറയുന്നത്. ഇനി ആ കുട്ടിയും ഒന്ന് ചുമയ്ക്കുമ്പോഴത്തേക്കും സോളും അവൾക്ക് കുടിക്കുവാനായിട്ടൊക്കെ വെള്ളം എടുക്കുവാൻ പോകുന്നു. ഈ ഒരു സമയത്തായിരുന്നു ടിവിയിലുണ്ടായിരുന്ന വാർത്തയൊക്കെ സോളും കാണുന്നത്. സഞ്ജയനെ ആരോ ഒരാൾ ഉപദ്രവിച്ചിരിക്കുകയാണ്. അവന്റെ അവസ്ഥയൊക്കെ വളരെയധികം ഗുരുതരമാണ്. അവന്റെ ശരീരത്തിൽ നിന്നും ഒരുപാട് ബ്ലഡ് ഒക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. അവനെ ഹോസ്പിറ്റലിലേക്കൊക്കെ മാറ്റുകയാണ്. എങ്കിൽ പോലും അവന് ഒരു സർജറിക്ക് വളരെയധികം ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു അതിലും ഷോക്കായിട്ടുള്ള മറ്റൊരു വാർത്തയൊക്കെ അവളും കേൾക്കുന്നത്. അതായത് സഞ്ജയനെ ആക്രമിച്ച ആളെ പിടികൂടിയിട്ടില്ലെങ്കിൽ പോലും അയാളുടെ ഫോട്ടോ ഒക്കെ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നു.
പണ്ട് അവളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്ന അതേ ആളുടെ ഫോട്ടോ ആയിരുന്നു അത്. മാത്രമല്ല ഇയാളും ഇതിനു മുമ്പ് പല കേസുകളിലും പ്രതിയാണെന്ന് കൂടി വാർത്തയിൽ കാണിക്കുകയാണ്. മൊത്തത്തിൽ അതൊക്കെ കാണുമ്പോഴത്തേക്കും അവളും ആകെ ഞെട്ടിപ്പോകുന്നു. സഞ്ജയനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നു. അവനും സർജറി ഒക്കെ നടക്കുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.